ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ വണ്ടലൂരിനടുത്ത് മണ്ണിവക്കം എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. തോന്നും നിങ്ങൾക്ക് കണ്ടാൽ വുഡിൽ ചെയ്ത ഒരു രീതി തോന്നും, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്താണ്. താഴെ അവർ സിവിൽ വർക്ക് ചെയ്തിട്ട് ഇത് കവർ ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊരു ചുമരാണ്. സോ അതും നമ്മൾ ഷീറ്റ് വെച്ച് തന്നെ കവർ ചെയ്ത് കൊടുത്തിരിക്കണം അവർക്ക്. സോ അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഭാരം താങ്ങോ വെയിറ്റ് മാക്സിമം ഇതിന് മേലെ വെക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ പലർക്കും ഉണ്ട്. ടോൾ യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മേലെ നോക്കുകയാണെങ്കിൽ ഗ്ലാസും താഴെ നമ്മൾ ഷീറ്റുമാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം HPL ഷീറ്റ് ഉപയോഗിച്ച് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് നമുക്ക് തരാം. വളരെ ഒരു ഓപ്പൺ പ്ലേസ് ആയിട്ട് തരുമ്പോൾ നമുക്കിതിൽ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഇതേ ഷീറ്റിൻ്റെ കളറിൽ തന്നെ പാനലിങ് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ തട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുക. അതും ഡബിൾ ഷെയ്ഡ് 2 അടി അകലത്തിലാണ് ഈ ഒരു തട്ട് നിൽക്കുന്നത്. സോ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇതിൽ മാക്സിമം സാധനങ്ങൾ നമുക്കിതിൽ വെക്കാൻ പറ്റും. നമ്മൾ ക്ലയൻറ്റിനോട് ഇങ്ങനെ പറഞ്ഞു, അത് നമ്മൾ വളരെ വൃത്തിയിൽ ഒരു ത്രികോണാകൃതിയിൽ നമ്മളതിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കേണ്ട കാര്യമില്ല. താഴെ A1 ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും, മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ധാരാളമായിട്ട് വിളിക്കാം. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ വണ്ടലൂരിനടുത്ത് മണ്ണിവക്കം എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ട് അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ വീട്ടിലാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 3 ബെഡ്റൂംസ് ഉണ്ട്, അതല്ലാതെ കിച്ചൺ ഉണ്ട്, അതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, ഡിസ്കസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അലുമിനിയത്തിൽ വർക്ക് ചെയ്യണം, അലുമിനിയത്തിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. സോ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ വീട്ടിലിപ്പോൾ നമുക്ക് കയറി പോകാം. എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ ആ വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആ വീട്ടിനകത്ത് കയറുമ്പോൾ നമുക്കിവിടെ ഇവിടെ കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ട് നമ്മളൊരു TV യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തെടുത്ത ഒരു TV യൂണിറ്റാണിത്. നിങ്ങൾ കാണാം. ഇതിന് പിന്നിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ വെച്ച് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട്. അതല്ലാതെ TV പ്രൊജക്ഷനായിട്ട് നമ്മൾ HPL ഷീറ്റ് ഉപയോഗിച്ച് വൈറ്റ് ഫ്രെയിമിലാണ്, HPL ഷീറ്റ് ഉപയോഗിച്ച് വൈറ്റ് ഫ്രെയിമിൽ ഗ്രാനൈറ്റ് ഷെയ്ഡ് വരുന്ന കളറാണ് അവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഷീറ്റ്. അങ്ങനെ നമ്മൾ TVക്ക് പ്രൊജക്ഷനും അതുപോലെ തന്നെ പിന്നിൽ കംപ്ലീറ്റ് ആയിട്ടും ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഫ്ലൂട്ടഡ് പാനലും വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടാൽ വുഡിൽ ചെയ്ത അത്രയും തോന്നും. നിങ്ങൾക്ക് കണ്ടാൽ വുഡിൽ ചെയ്ത ഒരു രീതി തോന്നും, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്താണ്. വൈറ്റ് കളർ ഫ്രെയിം ഉപയോഗിച്ച് HPL ഷീറ്റിൽ തന്നെ വുഡൻ കളർ വരുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു TV യൂണിറ്റ് വർക്ക് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഇതാണ് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ഇവരുടെ സ്വിച്ച് ബോക്സും കാര്യങ്ങളൊക്കെ അകത്ത് ഹൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ ഒരു TV യൂണിറ്റ് ബോക്സ് ചെയ്യുന്നത്. അതല്ലാതെ അകത്ത് സെറ്റർ ബോക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഗ്ലാസ് ആണ് പ്രൊവൈഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗ്ലാസ് ആണ് അവർക്ക് സെൻറ്ററായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള TV യൂണിറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ, ഈ വീടിന് അകത്തോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ആർച്ച് നമ്മൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയം ആണ്, വുഡാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്ത ഒരു ആർച്ചാണ്. ഇതിൽ ഈ ഒരു 4 അടി മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. താഴെ അവർ സിവിൽ വർക്ക് ചെയ്തിട്ട് ഇത് കവർ ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊരു ചുമരാണ്. സോ അതും നമ്മൾ ഷീറ്റ് വെച്ച് തന്നെ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. ടോട്ടലായിട്ടും അവർക്ക് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ചെറിയൊരു ഡിസൈനിങ് ആയിട്ട് വൈറ്റ് ഫ്രെയിമും നമ്മൾ ഇതിന് ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വുഡൻ കളറാകുമ്പോൾ അതിന് വൈറ്റാണ് കൂടുതലായിട്ട് മാച്ച് ആവുക. സോ വൈറ്റും വുഡൻ കളറും വെച്ചൊരു കോംബോ ഇവിടെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ ഇതൊരു വുഡിൽ ചെയ്ത പോലെ ഉണ്ടാവും, ബട്ട് അലുമിനിയമാണ്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ വെച്ച് ഇരുവശവും നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അതിന് ശേഷം ഇവിടെ ഒരു ബോക്സ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അലുമിനിയത്തിൽ തന്നെ വർക്ക് ചെയ്ത ഒരു ബോക്സ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെയായിട്ട് അവർ ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ അതിന് മേലെയായിട്ട് ഇതുപോലെ വാഷ് ബേസിൻ ഏരിയ നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ HPL ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെയും നമ്മൾ അലുമിനിയത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഡൈനിങ് ഹാളിൽ വരുമ്പോൾ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോക്കറി യൂണിറ്റിൻ്റെ പ്രത്യേകതയും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ബോക്സ് ആയിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ബോക്സ് അടിച്ച് ഇതിന് മേലെ നമ്മൾ ഗ്രാനൈറ്റ് പ്ലേസ് കൊടുത്തു. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന അലുമിനിയത്തിലാണ്. സോ അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഭാരം താങ്ങോ വെയിറ്റ് മാക്സിമം ഇതിന് മേലെ വെക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ പലർക്കും ഉണ്ട്. ഡൗട്ടോ അല്ലെങ്കിൽ പരിഭവമോ ഒന്നും വേണ്ട. ഇതുപോലെ നമ്മൾ ബോക്സ് ടൈപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മേലെ നമുക്ക് കയറി നിൽക്കാം, അത്രയും സ്ട്രോങ് ആയിരിക്കും. ഇത് നമ്മളിവിടെ ഗ്രാനൈറ്റ് നമ്മൾ ബോക്സ് ചെയ്തതിന് ശേഷം അതിന് മേലെ ജസ്റ്റ് ഗ്രാനൈറ്റ് മാത്രം വെച്ചിരിക്കാം. ജസ്റ്റ് കാണിച്ചു കൊടുക്കും. ഇവിടെ വേറെ ഒന്നും തന്നെയില്ല, നിങ്ങൾക്ക് കാണാം. ഒരു സിവിൽ വർക്കും ചെയ്യുന്നില്ല ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ മേലെ ഗ്രാനൈറ്റ് വെച്ചിരിക്കുന്നത്. അകത്ത് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് HPL ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം ഉപയോഗിച്ച് അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തെടുത്ത ഒരു ക്രോക്കറി യൂണിറ്റ്. ഇവിടെ നിങ്ങൾ കാണാം ഒരു സ്പേസ് റാക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇതിനകത്തും നമ്മൾ ഇതുപോലെ ഒരു പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഷെൽഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തട്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സോ ഇത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ അവർക്കൊരു ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ടിൻഡർ ഗ്ലാസ് എന്ന് പറയും. ടിൻഡർ ഗ്ലാസ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഗ്ലാസ്സാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതിനകത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ടിൻഡർ ഗ്ലാസ് ഉപയോഗിച്ചിട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് HPL ഷീറ്റും അതുപോലെ തന്നെ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമും എല്ലാം അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്ത ഒരു ക്രോക്കറി യൂണിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ TV യൂണിറ്റ് കണ്ടു, അതല്ലാതെ ഒരു ആർച്ച് കണ്ടു, അകത്ത് വാഷ് ബേസിൻ ഏരിയ കണ്ടു, ഇപ്പോൾ ഒരു ക്രോക്കറി യൂണിറ്റ് കണ്ടു. കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ കിച്ചൺ കൂടി കാണേണ്ടതുണ്ട്, അതല്ലാതെ റൂംസും കാണേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാൻ വരും. നമ്മൾ അങ്ങനെ ഈ വീട്ടിലെ കിച്ചണിൽ എൻ്റർ ആയിട്ടുണ്ട്. ഈ കിച്ചൺ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് നമ്മളിവിടെ ഈ കിച്ചൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു അടിപൊളി കളർ എന്ന് തന്നെ പറയാം. നിങ്ങൾ മേലെ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് ലോഫ്റ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഔട്ടർ കവർ മാത്രമാണ്. ഓൾറെഡി ഇവിടെ സിവിൽ വർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഔട്ടറിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോഫ്റ്റ്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളിവിടെ ഒരു ടോൾ യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടോൾ യൂണിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മേലെ നോക്കുകയാണെങ്കിൽ ഗ്ലാസും താഴെ നമ്മൾ ഷീറ്റുമാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ തട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ചില ക്ലൈൻസിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി കടപ്പാക്കല്ലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തൊരു ടോൾ യൂണിറ്റാണ്. കാണാം. ഇതിൽ നമ്മൾ ടിൻഡർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ബ്ലാക്കിൽ നമ്മൾ ടിൻഡർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഈസി ആക്സസിന് വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് നമുക്ക് അകത്ത് എന്താണ് ഉള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കാണും, പക്ഷേ കുറച്ച് ഹൈഡായിട്ടും ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ബ്ലാക്ക് ടിൻഡർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക കിച്ചണിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തത് എല്ലാം സിംഗിൾ ഡോറായിരിക്കും. ജസ്റ്റ് സിംഗിൾ ഡോറായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തു കൊടുക്കുക. ഇവിടെ അവർക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ 4 ഡോറ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അവർക്ക് ഇതുപോലെ ഒരു 4 ഡോറ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഇന്നതൊക്കെ പോലെ വേണമെന്ന് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരിക. സോ ഇവിടെ നമ്മൾ ടോൾ യൂണിറ്റ് കണ്ടു. അതിന് തൊട്ടടുത്തായിട്ട് നമ്മളിവിടെ ഒരു ഷട്ടർ യൂണിറ്റും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഷട്ടർ യൂണിറ്റ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്തൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ടോൾ യൂണിറ്റിന് അടുത്തായിട്ട് തന്നെ ഒരു ഷട്ടർ യൂണിറ്റ്. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം. ഇതിൽ മിക്സി വെക്കാം, അല്ലെങ്കിൽ ഗ്രൈൻഡർ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം എന്ത് വേണമെങ്കിലും നമുക്കിതോടെ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ഇവിടെ കസ്റ്റമർ പറഞ്ഞത് എനിക്ക് മിക്സി വെക്കാനായിട്ട്, പക്ഷേ മിക്സിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഡോർ ഓപ്പൺ ചെയ്ത് അത് അവർക്ക് ഇവിടെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഉള്ള പകുതി സ്ഥലം അവർക്ക് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇവിടെ ഷട്ടർ യൂണിറ്റ് പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ അവർക്കും അത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു മിക്സി എടുത്ത് നമ്മളിവിടെ വെച്ചു, വർക്ക് ചെയ്തു, മിക്സിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അത് ക്ലീൻ ചെയ്തു, നമ്മൾ വീണ്ടും അകത്തെടുത്ത് വയ്ക്കുന്നു, ഇതുപോലെ ഷട്ടർ ക്ലോസ് ചെയ്യുന്നു. ഇത്രയും സ്ഥലം നമുക്ക് അവിടെ വീണ്ടും കിട്ടി. സോ ഇതുപോലെ കിച്ചണൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഇതുപോലുള്ള പ്ലേസൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് താഴോട്ട് വരാം. താഴെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഷട്ടർ കവർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ക്ലയൻറ്റിന് പ്രത്യേകിച്ച് ഡ്രോവേഴ്സ് ഒന്നും വേണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം HPL ഷീറ്റ് ഉപയോഗിച്ച് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓൾറെഡി അവർ കടപ്പാക്കല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളെല്ലാം ഇതുപോലെ ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിരിക്കാം. ഒരു ബ്യൂട്ടിഫുൾ കളറിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും ഷട്ടർ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് HPL ഷീറ്റ് ഉപയോഗിച്ചിട്ട്. ഈ ഭാഗമൊക്കെ സിവിൽ വർക്ക് വരുന്നത് കാരണം നമ്മളിവിടെ ഫിക്സഡ് ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുത്തിരിക്കാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഫിക്സഡ് അടിച്ച് അവർക്ക് ചെയ്ത് കൊടുത്തിരിക്കാം. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് കണ്ടോളൂ, ലാസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കളർ പാറ്റേണിൽ ഒരു ബ്യൂട്ടിഫുൾ കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീട്ടിലെ TV യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു ആർച്ച്, അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ ഏരിയ, ഒരു ക്രോക്കറി, അതല്ലാതെ ഇപ്പോൾ കിച്ചൺ. ഇനി നമുക്ക് ഈ വീട്ടിലെ റൂമൊക്കെ പോയി കാണാം. റൂമിൽ നമ്മൾ വർക്ക് ചെയ്ത വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട്. സോ അത് പോയി കാണാൻ വരും. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ ആദ്യത്തെ ബെഡ്റൂമിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ബെഡ്റൂം അതായത് ഹാളിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് കാണുന്നത് ഒരു ബെഡ്റൂമാണ്. സോ നമ്മൾ ആ ബെഡ്റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു വാർഡ്രോബും അതിന് ഒരു ലോഫ്റ്റും. ഓക്കെ, വാർഡ്രോബ് ഒരു ലോഫ്റ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ വാർഡ്രോബ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്ത തട്ടുകളാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ചാമ്പ്യൻ സ്റ്റീലും അതുപോലെ തന്നെ HPL ഷീറ്റിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ കളറാണ് അവർ ചോയ്സ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമറാണ് കളേഴ്സൊക്കെ ചോയ്സ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി ഇതുപോലെ ഗ്രാനൈറ്റും മറ്റൊക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ പോസിബിൾ അല്ല. അത് ഇവിടെ നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ ജസ്റ്റ് തട്ട് മാത്രമേ ഉള്ളൂ. ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒരു ഹാങ്ങിങ് സെക്ഷനും അല്ലെങ്കിൽ ഹാങ്ങിങ് ഏരിയ ഇതുപോലെ, അതുപോലെ തന്നെ ഇവിടെ ലോക്കർ സിസ്റ്റമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഇതിനകത്ത് ഒന്നും പ്ലേസ് ചെയ്യരുത്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരാം. വളരെ ഒരു ഓപ്പൺ പ്ലേസ് ആയിട്ട് തരുമ്പോൾ നമുക്കിതിൽ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ഒരു ലോക്കർ സിസ്റ്റം, ഇതുപോലെ നിങ്ങൾക്ക് ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ സിവിൽ വർക്കിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിലോ മറ്റും ചെയ്തതാണെങ്കിൽ നമുക്കിതൊന്നും പോസിബിൾ അല്ല, അലുമിനിയത്തിൽ പോസിബിൾ അല്ല ഇതൊന്നും ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ തന്നെ അകത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. സോ ഇവിടെ വാർഡ്രോബ് പ്ലസ് ഒരു ലോഫ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വാർഡ്രോബിൽ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ അവർക്ക് ഇവിടെയും ലോക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ലോക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൽ അവർ നമ്മളോട് ലോക്ക് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ലോക്ക് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ട്യൂബ് ഹാൻഡിലാണ്. ഓക്കെ, അലുമിനിയത്തിൽ തന്നെ വരുന്ന ഹാൻഡിലാണ് അത്. സോ ട്യൂബ് ഹാൻഡിലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മേലെ നിങ്ങൾ നോക്കിയാൽ ഇത് ജസ്റ്റ് നമ്മൾ ലോഫ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഔട്ടർ മാത്രം നമ്മൾ ഈ ലോഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഈ വാർഡ്രോബിൻ്റെ എൻഡ് ഏരിയയിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കിത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു എന്തെങ്കിലും മീൻസ് ഒരു ഫ്ലവർ വേസും മറ്റൊക്കെ വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ അതിന് വേണ്ട ഒരു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കാം, ഇത് ജസ്റ്റ് ഇങ്ങനെ തട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. അതിനൊരു ഫിനിഷിങ് വരാനായിട്ട് ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കംപ്ലീറ്റ് ആയിട്ടും ബാക്കിൽ നമ്മൾ പാനലിങ് ചെയ്തിട്ട് ഇതേ ഷീറ്റിൻ്റെ കളറിൽ തന്നെ പാനലിങ് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ തട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കും. അതും ഡബിൾ ഷെയ്ഡ്, ഡബിൾ ലിപ്പ് എന്ന് പറയും. ആ ഡബിൾ ലിപ്പിൽ നമ്മൾ രണ്ട് സൈഡും ഷീറ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് കാണാൻ പറ്റും. ഇതാണല്ലേ കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ എത്രമാത്രം നീറ്റായിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത്. സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം
ഒരു മൈനസ് പോയിന്റ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത്രയും വളരെ നീറ്റായിട്ടുള്ള വർക്കായിരിക്കും നമ്മൾ ചെയ്യുക. എപ്പോഴും നമ്മൾ വീട്ടിൽ അലുമിനിയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിക്കും. വളരെ പോസിബിളാണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ വുഡിലൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഈസിയാണ് നമുക്ക് അലുമിനിയത്തിൽ പെരുമാറാൻ നടക്കാൻ. ഇത്രയും വെയ്റ്റ്ലെസ് ആയിരിക്കും മെറ്റീരിയൽ. അതുമാത്രമല്ല ലോങ് ലൈഫാണ്. നമ്മളല്ലാതെ 15 വർഷം വാറണ്ടി തരുന്നുണ്ട്. 15 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ലൈഫ് ലോങ് മെറ്റീരിയലാണ് അലുമിനിയം. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അലുമിനിയം നിങ്ങളുടെ വീട്ടിൽ ഒരു ചോയ്സായിട്ട് നോക്കാം. ഓക്കെ, സോ വരും, നമ്മളിനി വേറെ റൂമുകളുണ്ട് ഈ വീട്ടിൽ, നമുക്കത് പോയി കാണാൻ വരും. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വാർഡ്രോബും അതുപോലെ തന്നെ നമ്മളൊരു ലോഫ്റ്റും ഈ ബെഡ്റൂമിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. എല്ലാം ഡിഫറെൻറ്റ് കളറാണ് ഈ വീട്ടിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. റൂംസിനൊരു കളറും അതുപോലെ തന്നെ ഹാൾ സെപ്പറേറ്റ് ഒരു കളറും കിച്ചൺ ഒരു സെപ്പറേറ്റ് കളറും, അങ്ങനെ എല്ലാ കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ചാമ്പ്യൻ സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചാണ് മാക്സിമം നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വാർഡ്രോബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാർഡ്രോബിൽ നമ്മൾ ലോക്കൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അധികം ക്ലയൻറ്റും ഇപ്പോൾ വന്നിട്ട് ഓൾറെഡി ഇവിടെ അവർ ഒന്നില്ലെങ്കിൽ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ വല്ല സിവിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കടപ്പ കല്ല് പ്ലേസ് ചെയ്യുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വർക്ക് ചെയ്തെടുക്കാൻ കിട്ടില്ല. അതൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ താഴെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് സേഫ്റ്റി ലോക്കറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലോക്കൊക്കെ ചെയ്ത് കൊടുക്കും. ഇതൊന്നും നമ്മൾ ഓൾറെഡി ഇവിടെ സിവിൽ വർക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാനൈറ്റോ കടപ്പാക്കലൊക്കെ പ്ലേസ് ചെയ്തതാണെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. സോ അത് ശ്രദ്ധിക്കുക. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ നമുക്കിതുപോലെ ഹാങ്ങിങ് സെക്ഷനും അതുപോലെ തന്നെ അതിന് താഴെ ഇതുപോലെ ലോക്കർ സിസ്റ്റവും അതിന് താഴെ ഇതുപോലെ എന്താണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ അലുമിനിയം ഉപയോഗിച്ചുകൊണ്ട് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സേഫ്റ്റി ലോക്കർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതിൽ ലോക്കില്ല, കാരണം എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ഏരിയ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ പാർട്ടീഷൻ ചെയ്തതാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ ട്യൂബ് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ട്യൂബ് ഹാൻഡിലാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം. തൊട്ടടുത്തുള്ള ഈ ഡബിൾ ഡോറിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. എല്ലാം തട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം അപ്പുറത്തെ സൈഡ് നമ്മൾ ഓൾറെഡി ഹാങ്ങിങ്ങിന് ഒരു സ്ഥലം കൊടുത്തുകൊണ്ട് ഈ ഭാഗത്ത് അതും ഇതെല്ലാം 2 അടി അകലമുണ്ട്. 2 അടി അകലത്തിലാണ് ഈ ഒരു തട്ട് നിൽക്കുന്നത്. സോ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇതിൽ മാക്സിമം സാധനങ്ങൾ നമുക്കിതിൽ വെക്കാൻ പറ്റും. അത്രയും വലിയൊരു വാർഡ്രോബാണിത്. കാരണം ഇവിടെ ലോഫ്റ്റ് 2 ഫീറ്റാണ് നിൽക്കുക. അപ്പോൾ അതേ 2 ഫീറ്റിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഡെപ്ത് കൊടുത്ത് ചെയ്ത വാർഡ്രോബാണിത്. ബ്യൂട്ടിഫുൾ കളറിൽ ചാമ്പ്യൻ സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു മനോഹരമായ വാർഡ്രോബ് പ്ലസ് ഒരു ലോഫ്റ്റുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഈ വാർഡ്രോബ് എൻഡ് ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ്സും മറ്റും അല്ലെങ്കിൽ ഫ്ലവർ വൈസൊക്കെ വെക്കാനായിട്ട് ഒന്നുകൂടെ ഇതിനെ ഭംഗിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് ഇതുപോലെ പാർട്ടീഷൻ ചെറിയ തട്ടുകൾ കൊടുത്തു. ഇതിൽ പ്ലസ് എന്നു പറഞ്ഞാൽ ഇതിന് ഡബിൾ സൈഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ താഴെയും മേലെയും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വുഡിൽ ചെയ്യുന്ന പോലെയൊക്കെ, വുഡിൽ നിങ്ങൾക്കറിയാം താഴെ ഹോളോ ഉണ്ടാവില്ല, എല്ലാം കവർ ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ ഇതിലും ചെയ്യാൻ പറ്റും, അലുമിനിയത്തിലും ചെയ്യാൻ പറ്റും. സോ ഡബിൾ ലിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. സോ ബെഡ്റൂം 2, അതായത് രണ്ടാമത്തെ ബെഡ്റൂമിലുള്ള വാർഡ്രോബ് ലോഫ്റ്റൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേറെയും റൂമുകളുണ്ട്. സോ പോയി നോക്കാൻ വരും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കാണാൻ പോകുന്ന ഒരു അതിമനോഹരമായ ഒരു കളർ പാറ്റേണിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിൽ നമ്മൾ അലുമിനിയം വാർഡ്രോബാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലയൻറ്റ് ചൂസ് ചെയ്ത 2 കളറാണ്. ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളർ. ഇതെല്ലാം HPL ഷീറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, HPL ഷീറ്റിൽ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അകത്തെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതെല്ലാം നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്.
ഇവിടെ ഒരു ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ 2 ലോക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ലോക്കർ സിസ്റ്റത്തിൽ ഒന്നിൽ മാത്രം നമ്മൾ ലോക്ക് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ തന്നെ തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ട്യൂബ് ഹാൻഡിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ട്യൂബ് ഹാൻഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഭാഗത്ത് നമ്മൾ ഓൾറെഡി അവർക്ക് ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തു. കാരണം ഇവിടെ നമ്മൾ കംപ്ലീറ്റും ഈ സ്റ്റോറേജ് കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ തക്കത്തിൽ എല്ലാം നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. എല്ലാം നമ്മൾ തട്ടിട്ട് കൊടുത്തിരിക്കണം അവർക്ക്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, എല്ലാം തട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെയ്തതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് മേലെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ ഒരു ബീം ഇറങ്ങുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേണമെങ്കിൽ ഒരു ബോക്സ് പോലെ ചെയ്യാം. പക്ഷേ ആ ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കുമ്പോൾ അത് ഡിസ്റ്റർബായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റിനോട് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് പോലെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് വല്ല ഫ്ലവർ വൈസോ അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് കാരണം ഇവിടെ നമ്മൾ ഫ്ലവർ വൈസോ അല്ലെങ്കിൽ ജസ്റ്റ് ലൈറ്റ്സോ എന്തുവാണെങ്കിലും നമുക്ക് വെക്കാം. അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് കാണാൻ ഒന്നുകൂടെ ഭംഗിയാവും. അതുകൊണ്ട് നമ്മൾ ക്ലയൻറ്റിനോട് ഇങ്ങനെ പറഞ്ഞു. അത് നമ്മൾ വളരെ വൃത്തിയിൽ ഒരു ത്രികോണാകൃതിയിൽ നമ്മളതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. 2 സൈഡും നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സർ ഇട്ട് കൊടുത്തിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണാൻ മൊത്തത്തിൽ ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മൊത്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവും. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഭാഗം നമ്മൾ യൂസ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് തന്നെ അതിനെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ അവിടെ ചെയ്തു കൊടുത്തു. അതിന് തൊട്ടടുത്തായിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബേ വിൻഡോ വരുന്ന കാരണം കൊണ്ട് നമ്മൾ ബോക്സ് ചെയ്തിട്ട് അതിന് മേലെ ഇതുപോലെ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സുഖമായിട്ട് ഇരിക്കാം, നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഏരിയ നമ്മളിവിടെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്തത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ടും ഒരു ക്യൂട്ടായിട്ടും നമ്മൾ ജസ്റ്റ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ്. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം സാധനങ്ങൾ വയ്ക്കാം. കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിറർ പുറത്ത് കൊടുത്തിട്ട് കണ്ടാൽ ഇവിടെ മിറർ മാത്രമുള്ള പോലെ തോന്നും. പക്ഷേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടി നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ഡ്രോവറും. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്ക് ഇവിടെ നമുക്കൊരു സ്റ്റൂളോ സംതിങ് എന്തെങ്കിലും വെച്ച് ഇരുന്ന് നമുക്കിതിനെ വളരെ വളരെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അവർക്കത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു സ്പേസിൽ നമ്മളവിടെ അത് അവർക്ക് മാക്സിമം വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആ റൂമിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലോഫ്റ്റ് മാത്രം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ റൂമിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 കളറാണ് കസ്റ്റമർ ചൂസ് ചെയ്തത്. ആ 2 കളറിൽ നമ്മൾ മാക്സിമം അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എങ്കിലാണ് അതൊരു യൂണിക്കായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് 2 കളർ യൂസ്. ഇനി നമ്മളങ്ങനെ ഈ മാസ്റ്റർ ബെഡിൻ്റെ തൊട്ട് തന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ അവർ ഓൾറെഡി ഇതിനകത്ത് കടപ്പാക്കല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും ജസ്റ്റ് കവർ ചെയ്യാൻ മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ. അത് വളരെ വൃത്തിയായിട്ട് നമ്മൾ അവർക്കത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ കളർ ചേഞ്ച് ഉള്ളൂ, ബാക്കിയെല്ലാം ഒരേ കളറാണ്. സോ ഇവിടെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീലിൽ HPL ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം ഉപയോഗിച്ച് നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള വാർഡ്രോപ്പും അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം നമ്മൾ കണ്ടു. ഈ വീട്ടിൽ മൊത്തമായിട്ടും നമ്മൾ എല്ലാ അലുമിനിയത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും. താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TV യൂണിറ്റ്, വാഷ് ബേസിൻ ഏരിയ ആയിക്കോട്ടെ, അവിടെ നമ്മളൊരു ആർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ താഴെയുള്ള 2 റൂമും അത് കിച്ചണും ഇവിടെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലുമിനിയത്തിൽ വർക്ക് ചെയ്ത ഒരു അതിമനോഹരമായി വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വീടാണിത്. ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ടാവും. സോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കേണ്ട കാര്യമില്ല. താഴെ A1 ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും, മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് ധാരാളമായിട്ട് വിളിക്കാം. മാത്രമല്ല നമ്മളിത് 15 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 15 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നത് കൊണ്ട് മാത്രം തീർന്നില്ല. അലുമിനിയം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ലൈഫ് ലോങ് മെറ്റീരിയലാണ്, ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഇപ്പോൾ വുഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചണിലൊക്കെ വെള്ളം കൊണ്ടോ മറ്റോ എല്ലാം പ്രശ്നങ്ങൾ വരും.
ഇതിനെ സംബന്ധിച്ചിടത്തോളം അലുമിനിയത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്. അതിലുപരി ചിതലിൻ്റെ പ്രശ്നം വരില്ല, ഡസ്റ്റിൻ്റെ പ്രശ്നം വരില്ല. ചിലപ്പം വുഡിലൊക്കെ ചെയ്തവർ കുറേ കഴിയുമ്പോൾ നമ്മളോട് ഞാൻ പറയാറുണ്ട് ഈ ഒരു പൊടി പോലെ വരുന്നു എന്ന്. അതൊക്കെ ഈ ഡസ്റ്റിൻ്റെ അതായത് വുഡിൽ ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. സോ ഇതുപോലുള്ള ഒരു കുഴപ്പം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അലുമിനിയത്തിലോട്ട് മാറുക. അലുമിനിയമാണ് ബെസ്റ്റ് ചോയ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അലുമിനിയത്തിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്തെടുക്കാം. എല്ലാം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, സോ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടാവും. ഇതിനേക്കാളും ബെസ്റ്റായിട്ടും അതിനേക്കാളും സൂപ്പറായിട്ടും ഇനിയും വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.